ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിള് പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ശരിയല്ല, ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ പ്രിൻസിപ്പിൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഏതാണത്? മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താണ് ഈ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്? Expenses in an accounting year should be matched with revenue or income during that period. ഒരു വർഷത്തെ എക്സ്പെൻസുകളെ, അതായത് ചെലവുകളെ, അതേ വർഷത്തെ ഇൻകവുമായിട്ട്, അതായത് വരുമാനവുമായിട്ട് മാച്ച് ചെയ്യണം, ഒത്തു നോക്കണം, അല്ലെങ്കിൽ താരതമ്യം ചെയ്യണം എന്ന് ഈ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുകയാണ് അല്ലേ? എന്തിനാണ് ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത്, ഒത്തു നോക്കുന്നത്, മാച്ച് ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. ആ വർഷം ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്തുന്നതിനായിട്ട് ഒരു വർഷത്തെ മുഴുവൻ ചെലവുകളെ ആ വർഷത്തെ മുഴുവൻ വരുമാനവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്നു അല്ലേ? വരുമാനം കൂടുതലാണെങ്കിൽ ലാഭവും, അതല്ല ചിലവാണ് കൂടുതലെങ്കിൽ നഷ്ടവും ഉണ്ടാവുന്നു അല്ലേ? ഓക്കെ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് ഈ കാര്യമാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ നമ്മൾ എക്സ്പെൻസുകൾ മുഴുവനും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ഇൻകം മുഴുവനും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു അല്ലേ? എന്നിട്ട് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണെന്നും, അതല്ല ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസ് ആണെന്നും നമ്മൾ കണ്ടെത്തുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്ത്? അത് മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അല്ലേ? ഓക്കെ. ഇനി ആ പ്രിൻസിപ്പിൾ നമ്മൾ കൂടുതൽ നന്നായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണത്? ആ പ്രിൻസിപ്പിൾ പറയുന്നു, ഒരു വർഷത്തെ എക്സ്പെൻസുകളെ അതേ വർഷത്തെ വരുമാനവുമായിട്ട് മാച്ച് ചെയ്യണം, ഒത്തു നോക്കണം അല്ലേ? താരതമ്യം ചെയ്യണം. ഓക്കെ. അങ്ങനെ പറയുമ്പോൾ ഒരു വർഷത്തെ എക്സ്പെൻസുകളെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ആ എക്സ്പെൻസിൻ്റെയും ഇൻകത്തിൻ്റെയും കണക്കിൽ കഴിഞ്ഞ വർഷത്തെയോ ഇനി വരാൻ പോകുന്ന വർഷത്തെയോ വല്ല കാര്യവുമുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, അതിൽ നിന്ന് മാറ്റി നിർത്തണം അല്ലേ? അതേപോലെ തന്നെ ഏതെങ്കിലും എക്സ്പെൻസുകളും ഏതെങ്കിലും ഇൻകവും രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും വേണം. എന്നാലേ ആ വർഷത്തെ യഥാർത്ഥ എക്സ്പെൻസുകളും അല്ലെങ്കിൽ മുഴുവൻ എക്സ്പെൻസുകളും അതേപോലെ തന്നെ ആ വർഷത്തെ മുഴുവൻ ഇൻകവും അതിൽ ഉൾക്കൊള്ളിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും അതിലൂടെ ആ വർഷത്തെ യഥാർത്ഥ ലാഭവും നഷ്ടവും കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ഇൻകവും എക്സ്പെൻസുകളിലും ഇനി ഏതെങ്കിലും അല്ലേ കഴിഞ്ഞ വർഷത്തെയോ ആ വർഷത്തേതോ അല്ലാത്ത വല്ലതുമുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും വേണം, അത് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം അല്ലേ? ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടെത്തുന്നതും അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുന്നതും ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ. ഇനി നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് പരിചയപ്പെടാം അല്ലേ? ഇന്ന് നമ്മൾ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പരിചയപ്പെടാനും അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ. ഫൈൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, വിച്ച് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആദ്യം എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? ദ വാല്യൂ ഓഫ് അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ്
ദ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനത്തിൽ വിൽക്കാതെ കിടക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ, അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന ദിവസം ആ സ്ഥാപനത്തിൽ ബാക്കിയുള്ള സ്റ്റോക്ക് ഗുഡ്സ് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അതിൻ്റെ വിലയിട്ട് ആ തുക കണ്ടെത്തും അല്ലേ? ആ തുകയാണെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? നിങ്ങൾക്കറിയാം, ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ചിലവായ തുക, ഗുഡ്സ് വാങ്ങാനായിട്ട് ചിലവായ തുക മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസസ് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ, ആ പർച്ചേസസിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, പക്ഷേ ആ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മുഴുവൻ നമ്മൾ വിൽക്കുന്നില്ല. വിൽക്കാതെ ബാക്കി കിടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ആ പർച്ചേസ് ചെയ്ത തുക മുഴുവനും ആ വർഷത്തെ ചിലവായി കണക്കാക്കുന്നത് ശരിയല്ല. കാരണം വിൽക്കാതെ ബാക്കി കിടക്കുന്ന സ്റ്റോക്ക് അല്ലേ, അതിനി അടുത്ത വർഷമായിരിക്കും വിൽക്കുക. അപ്പോൾ ആ തുക അടുത്ത വർഷത്തെ ചിലവിലേ കാണിക്കാൻ പാടുള്ളൂ അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് മൈനസ് ചെയ്തത് അല്ലേ? അല്ലെങ്കിൽ എക്സ്പെൻസിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്കിനെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് രൂപത്തിലാണ് അല്ലേ? എങ്ങനെയൊക്കെയാണ് അത്? ഒന്ന്, നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു, അത്രയും എക്സ്പെൻസിനെ നിങ്ങൾ കുറക്കുന്നു, കാരണം അത്രയും നിങ്ങൾ വിറ്റിട്ടില്ല. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കുന്നു. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൻ്റെ ഹെഡിങ്ങിൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ കാണിക്കണം. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താനായിട്ട്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുത്താനായിട്ട് നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്യായിരുന്നു അല്ലേ? എന്താണത്? ക്ലോസിംഗ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്സെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഈ എൻട്രി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പറയുന്ന സമയത്ത് പറഞ്ഞതാണ് അല്ലേ? എങ്കിൽ പോലും ഒന്നും കൂടി പറയുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്സെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ? ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എത്തും. ശരിയല്ലേ? പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താണ്? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയും നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം രണ്ട് രൂപത്തിലാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒന്ന്, ചിലപ്പോൾ നിങ്ങളോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രീറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുകൂടി ചോദിക്കുക അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയും. എന്താ പറയുക? ആദ്യം പറയും ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ? രണ്ടാമത് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓർത്ത് വെക്കുക. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, രണ്ടാമത്തത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയും കൂടി നിങ്ങളൊന്ന് മനഃപ്പാഠമാക്കാൻ നോക്കുക. ചിലപ്പോൾ അപൂർവമായിട്ട് ജേണൽ എൻട്രിയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രി. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്നും അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, രണ്ട് സ്ഥലത്ത് അത് കാണിക്കാനുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഇപ്പോൾ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരുപാട് എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണത്? നിങ്ങൾ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ള ഐറ്റംസ് എല്ലാം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് കാണിക്കുക അല്ലേ? ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും, അല്ലെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലും കാണിക്കും അല്ലേ? ഒരു ഐറ്റം ഒരു സ്ഥലത്തേ വരുള്ളൂ. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തരുന്ന ഐറ്റംസ് അത് രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടി വരും അല്ലേ? ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടി വരും എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക.
എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണിച്ച ഐറ്റംസിനെ 2 സ്ഥലത്ത് കാണിക്കേണ്ടി വരുന്നത്? കാരണം ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജേണൽ എൻട്രി പാസ് ചെയ്യാത്ത കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ജേണൽ ചെയ്യുമ്പോൾ 2 സ്ഥലത്ത് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. എന്നതുകൊണ്ട് തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന ഐറ്റംസിനെ നിങ്ങൾ 2 സ്ഥലത്ത് കാണിക്കേണ്ടി വരും എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിക്കുന്നുണ്ട്, എവിടെയും കാണിക്കുന്നുണ്ട്, ബാലൻസ് ഷീറ്റിലും കാണിക്കുന്നുണ്ട്. പക്ഷേ ട്രയൽ ബാലൻസിൽ കാണിക്കുന്ന ഐറ്റം നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെയും നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്, വിച്ച് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലി അൺപെയ്ഡ് എക്സ്പെൻസസ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് ഇയർ. ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് അൺപെയ്ഡ് ആയിട്ട്, എന്താ അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ, കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, ചെലവുകളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് അല്ലേ. ഒരു വർഷം അവസാനിക്കുന്നത് 31 ഡിസംബറിനാണെന്ന് കരുതുക. ഓക്കെ, നമുക്കൊരു ഉദാഹരണം എടുക്കാം, ഒരു എക്സ്പെൻസ് എടുക്കാം. റെൻ്റ് എന്ന് പറയുന്ന, വാടക എന്ന് പറയുന്ന എക്സ്പെൻസ് അല്ലേ. മാസം മാസം നിങ്ങൾ വാടക കൊടുക്കുകയാണ്, 1000 രൂപ വെച്ച് വാടക കൊടുക്കുകയാണ്. അപ്പോൾ 31 ഡിസംബറിലെ 11 മാസത്തെയും വാടക നിങ്ങൾ കൊടുത്തു. ജനുവരി മുതൽ നവംബർ വരെയുള്ള വാടക നിങ്ങൾ കൊടുത്തു. ഡിസംബറിലെ വാടക സാധാരണ ആ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരിയാണ് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ 31 ഡിസംബറിൽ നിങ്ങൾ കണക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡിസംബറിലെ വാടക, ഒരു മാസത്തെ വാടക നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളുടെ കണക്കിൽ 11 മാസത്തെ വാടക മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്താ, നിങ്ങൾ 11 മാസത്തെ വാടകയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിനർത്ഥം ആ വർഷം വാടക ഇനത്തിൽ 11,000 രൂപ മാത്രമാണ് ചിലവ് എന്നല്ല അല്ലേ. ശരിക്കും എത്ര വേണം? ഡിസംബറിലെ വാടകം കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ചിലവുകളെല്ലാം പൂർണ്ണമാവുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നു. അതെന്താണ്, എങ്ങനെയായിരിക്കണം നമ്മളപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ആ കൊടുക്കാൻ ബാക്കിയുള്ളതും കൂടി ആ ചിലവിലേക്ക് നമ്മൾ കൂട്ടണം. അപ്പോൾ 11,000 കൊടുത്തിട്ടുള്ളൂ, 1000 കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആ 1000 കൂടി കൂട്ടിയിട്ട് നമ്മൾ എക്സ്പെൻസിന് 12,000 കാണിക്കണം. അപ്പോഴേ കണക്ക് ശരിയാവുള്ളൂ, ശരിയല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ സാലറി കൊടുക്കാനുണ്ടാവാം, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലുകൾ കൊടുക്കാൻ ബാക്കി ഉണ്ടാവാം. ഇങ്ങനെ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസുകളെയാണ് നമ്മളെന്ത് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. ചിലപ്പോൾ ചോദ്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നതിന് പകരം അൺപെയ്ഡ് എക്സ്പെൻസസ് എന്നും പറയാം. രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്, കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസുകളാണ്. ഓക്കെ, ഫൈൻ. ഇനി ഇങ്ങനെ അൺപെയ്ഡ് എക്സ്പെൻസുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഏത് എക്സ്പെൻസാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് ആ എക്സ്പെൻസിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ. കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നീട് അൺപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസാണ് അല്ലേ. ആ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിലും അത് ബാധ്യതയാണ്. ബാധ്യതയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതി അത് അഡ്ജസ്റ്റ് ചെയ്യുക? ഏത് എക്സ്പെൻസാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സാധാരണ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് പറയുക അല്ലേ. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ലല്ലോ, ഇല്ല, അതൊരു ബാധ്യതയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ബാധ്യതയ്ക്ക് ഒരു പേര് നൽകുന്നു. എന്താണത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്ന പേര് നൽകുന്നു. ഓക്കെ, സോ എന്താണ് ജേണൽ എൻട്രി? എക്സ്പെൻസസ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ഉദാഹരണം താഴെ എഴുതുക. ഇത് നോട്ട്സിലേക്ക് എഴുതിയെടുക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം എഴുതുക അല്ലേ. എന്ത് ഉദാഹരണം? റെൻ്റാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് കരുതുക. വാടകയാണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ നിങ്ങൾ ഈ ജേണൽ എൻട്രി എങ്ങനെ എഴുതുക? റെൻ്റ് അല്ലേ, എക്സ്പെൻസ് എന്ന് പറയുന്നത് റെൻ്റാണ്. ഇപ്പോൾ റെൻ്റ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ്. ഇത് നിങ്ങളുടെ നോട്ടിൽ ഉദാഹരണം നിങ്ങൾ എഴുതുക. ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നിങ്ങളുടെ വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസാണ് ഔട്ട്സ്റ്റാൻഡിങ്, കൊടുക്കാൻ ബാക്കിയുള്ളെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ എന്ത് ജേണൽ എൻട്രിയാണ്? വേജസ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. സാലറിയാണ് കൊടുക്കാൻ ബാക്കിയുള്ളെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതുക? സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ, ഫൈൻ. ഇനി ഇത് ഇങ്ങനെ ഈ ജേണൽ എൻട്രി എഴുതിയിട്ടില്ലെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്?
ആദ്യം ചെയ്യേണ്ടത് ഈ എക്സ്പെൻസിനെ അതാത് എക്സ്പെൻസുമായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കണം. അതായത് നേരത്തെ പറഞ്ഞ കേസ് തന്നെ നിങ്ങൾ 11,000 രൂപ റെൻറ്റ് കൊടുത്തു, 1,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റെൻ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് 11,000 രൂപ കാണിക്കുന്നു. അതിനോടുകൂടി ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 1,000 കൂടി കൂട്ടിയിട്ട് 12,000 രൂപ വേണം നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം ഇറ്റ് ഷുഡ് ബി ദ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഷുഡ് ബി ആഡഡ് വിത്ത് എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് അതിനോടുകൂടി കൂട്ടിയിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം, ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് അല്ലേ, കറണ്ട് ലയബിലിറ്റിയാണ്, പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ബാധ്യതകൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കുക? ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ജേണൽ എൻട്രി എഴുതാനല്ല പറയുക. ഇത് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിട്ടാണ് ചോദിക്കുക അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് നിങ്ങളോട് പറയാണ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഏത് എക്സ്പെൻസാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് അതിനോടുകൂടി കൂട്ടുകയും വേണം. പിന്നീട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റി ആയിട്ട്, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും വേണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാണ് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെൻറ്റ് എന്ന ഐറ്റം ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ആ ഐറ്റം ട്രയൽ ബാലൻസിൽ നിന്ന് എടുത്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന സമയത്ത് ആ റെൻറ്റിനോട് കൂടി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയാണോ അതും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ. അതുകൂടാതെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എവിടെയും കാണിക്കണം, ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റുള്ള ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, മുമ്പ് നിങ്ങൾ ചെയ്ത ഒരു ചോദ്യം തന്നെയാണ്. അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തരൽ എങ്ങനെയാണ്? ട്രയൽ ബാലൻസിന് പുറത്തായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തരും അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ട്രയൽ ബാലൻസിലൂടെ ഓടിപ്പോയതിന് ശേഷം നേരിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇതിൽ ആദ്യത്തേത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ. രണ്ടാമത് നോക്കൂ, ഒരു ഐറ്റം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണത്? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, കൊടുക്കാൻ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നേരെ ട്രയൽ ബാലൻസിലേക്ക് നോക്കണം. സാലറി അവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. അവിടെ എത്ര കാണിച്ചിട്ടുള്ളത്? 12,000. അതായത് 12,000 രൂപ സാലറി കൊടുത്തിട്ടുണ്ട്, ഇനി എത്രയും കൂടി കൊടുക്കാനുണ്ട്? 1,000 കൂടി കൊടുക്കാനുണ്ട് എന്നാണ് ഇതിനർത്ഥം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞത്? ഈ സാലറി നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് ഈ 12,000 കൂടി 1,000 കൂടി കൂട്ടിയിട്ട് 13,000 വേണം നിങ്ങൾ എവിടെ കാണിക്കാൻ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ. അതുമാത്രമല്ല ഈ 1,000 നിങ്ങൾ ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും വേണം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം അല്ലേ. ആസ് യൂഷ്വൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസ് ഓരോന്നായിട്ട് നമ്മൾ കണ്ടെത്തുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ്, പിന്നീട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള കാരേജ് ഇൻവേർഡും വേജസ്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കണ്ടെത്തുന്നു, സെയിൽസ് റിട്ടേൺ കണ്ടെത്തുന്നു. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക്, അത് പുറത്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഫൈൻ. പിന്നീട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് കണ്ടെത്തുന്നു. ഇൻഷുറൻസ് ഉണ്ട്, പോസ്റ്റേജ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ട്, സാലറി ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഐറ്റം ഒന്ന് പ്രത്യേകം മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സാലറിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നാൽ മറക്കില്ല, ശരിയല്ലേ. ഓക്കെ, പിന്നീട് ക്രെഡിറ്റ് സൈഡ് നോക്കുന്നു, ഇൻകം ഉണ്ടല്ലേ. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു, പർച്ചേസസ്, അതിന് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു, കാരേജ് ഇൻവേർഡ്, വേജസ് അതെല്ലാം കാണിച്ചു. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക്. എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് 37,000 രൂപ ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കുന്നു. താഴത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. പിന്നീട് ഇൻഷുറൻസ് എഴുതുന്നു, പോസ്റ്റേജ് എഴുതുന്നു, ഇലക്ട്രിസിറ്റി ചാർജ് എഴുതുന്നു. അതിനുശേഷം സാലറി വരികയാണ് അല്ലേ. സാലറി എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സാലറിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം?
സാലറിയോടുകൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ സാലറീസ് എന്ന് പറയുന്ന എമൗണ്ട് കോളം നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാതെ അത് നിങ്ങൾ പുറത്തെഴുതുന്നു. എന്നിട്ട് അതിനോടുകൂടി ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള 1000 രൂപ കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 13,000 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു അല്ലേ. എന്താ ചെയ്തത്? ഏത് എക്സ്പെൻസാണോ ഔട്ട്സ്റ്റാൻഡിങ് അതുമായിട്ട് കൂടി ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നിങ്ങളോട് പറയുകയാണ് വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് വേജസിനോട് കൂടി കൂട്ടിയിട്ട് അതവിടെ കാണിക്കുക അല്ലേ. ഇവിടെ സാലറിയാണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ട് സാലറിയോട് കൂടി അത് കൂട്ടി കാണിക്കുന്നു. ഇനി ഇൻകം കാണിക്കുന്ന കമ്മീഷൻ റിസീവ്ഡ്. എന്നിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് 16,500 രൂപ ലഭിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഓരോന്ന് നോക്കുന്നു. ഇവിടെ ബിൽ റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, ക്യാഷ് ഇൻ ഹാൻഡ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇത്രയും അസറ്റാണുള്ളത്. അതുകൂടാതെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. 4 കറണ്ട് അസറ്റുകളാണ് ഉള്ളത്, 2 നോൺ കറണ്ട് അസറ്റുകളും. ഇവിടെ ലയബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 2 കറണ്ട് ലയബിലിറ്റി കാണാം, ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും, പിന്നീട് ക്യാപിറ്റലാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കുക, ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് ലയബിലിറ്റി ഇവിടെ വരുന്നുണ്ട്. അതേതാണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൺഡ്രി ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കഴിഞ്ഞിട്ട് എന്തുകൂടി കാണിക്കണം? സാലറി ഔട്ട്സ്റ്റാൻഡിങ് കൂടി കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം. അസറ്റ് സൈഡിൽ നിങ്ങൾ ഐറ്റംസ് ഓരോന്ന് എഴുതുന്നു. ലിക്വിഡിറ്റി ഓർഡറിൽ തന്നെ 4 ഐറ്റംസ്. നിങ്ങൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കുന്നു, ഏറ്റവും അവസാനം ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. പിന്നീട് നോൺ കറണ്ട് അസറ്റുകളായിട്ടുള്ള ഫർണിച്ചറും പ്രിമൈസസ്, അതായത് ബിൽഡിങ്ങും കാണിക്കുന്നു. അതിനുശേഷം നിങ്ങൾ കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഇത് എഴുതി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള എന്ത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലേ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അത് കൂടി കാണിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോൾ ഇതിൻ്റെ 2 സ്ഥലത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു, രണ്ടാമത്തത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഓണേഴ്സ് ഫണ്ട് ക്യാപിറ്റൽ കാണിക്കുന്നു. ക്യാപിറ്റലിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. NP എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ 2 സൈഡും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ 1,20,000 ലഭിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്കിനി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് അവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. മുമ്പ് നിങ്ങൾ ചെയ്ത ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അവിടെ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് തരുമ്പോൾ, ഇത്തരത്തിൽ ട്രയൽ ബാലൻസ് തരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. സാധാരണ നമ്മൾ 2 എമൗണ്ട് കോളം മാത്രമാണ് തരിക അല്ലേ. ഇവിടെ 2 സെപ്പറേറ്റ്, ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ നെയിമും പിന്നെ അതിൻ്റെ എമൗണ്ടും പിന്നെ ക്രെഡിറ്റിൻ്റെ അതും 2 സെപ്പറേറ്റ് ആയിട്ട് തന്നേ ഉള്ളൂ അല്ലേ. ഏത് രൂപത്തിലും നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ കുഴപ്പമില്ല. അവിടെ എന്തേ ഉള്ളൂ, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും തിരിച്ചെഴുതണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ 2 സൈഡും ടോട്ടൽ കറക്റ്റും ആവണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും തിരിച്ച് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അല്ലേ. വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല, ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. അവിടെ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഐറ്റമാണ്. അതിനുശേഷം വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 2,000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വേജസ് 2,000 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം വേജസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഈ വേജസ് എഴുതുന്ന സമയത്ത് 12,000 എഴുതുന്നതിന് സമയത്ത് അതിനോട് കൂടി എന്തുകൂടി കൂട്ടണം? 2,000 കൂടി കൂട്ടി 14,000 രൂപ എഴുതണം. ഓക്കെ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് അല്ല, വേറൊരു എക്സ്പെൻസും കൂടി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് പറയുന്നുണ്ട്. ഏതാണ്? റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ. റെൻറ്റും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ റെൻറ്റ് നിങ്ങൾക്കറിയാം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അല്ലേ. റെൻറ്റ് 24,000 രൂപയുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 24,000 രൂപ എഴുതുന്ന സമയത്ത് അതിനോട് കൂടി 1,500 റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് എഴുതിയിട്ട് അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കാൻ. ഓക്കെ, പിന്നീട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലേ. ഇത് രണ്ടും നിങ്ങൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ചെയ്തു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ saying goodbye. Have a nice day. Thank you.